ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് എത്ര കഴിച്ചാലും മടുപ്പ് വരാത്ത പഴയകാല ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. രണ്ട് തരത്തിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ എണ്ണയിൽ പൊരിച്ചിട്ടും ഒന്ന് എണ്ണയില്ലാതെ ചട്ടിയിൽ വറുത്തെടുത്തിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. പഴയ കാലത്തൊക്കെ നമ്മൾ പൊരിച്ചിട്ടല്ല കേട്ടോ അത് ഉപയോഗിക്കൽ. നമ്മൾ പത്തിരി ചട്ടിയിലിട്ടിട്ട് വറുത്തെടുക്കുമല്ലോ, നമ്മൾ ചുട്ടെടുക്കുക, അങ്ങനെയാണ് കേട്ടോ അത് കഴിക്കൽ. എനിക്ക് ഒന്നുകൂടെ ഇഷ്ടം ഇങ്ങനെ ചുട്ടെടുക്കുന്നതാണ് കേട്ടോ. മക്കൾക്ക് ഇഷ്ടം പൊരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ പലഹാരം എപ്പോഴും കാണുമ്പോഴും എൻ്റെ ഉമ്മാനെ വല്ലാതെ മിസ് ചെയ്യുന്ന ഒരു പലഹാരമാണ് കേട്ടത്. എന്താ പറയുക, എപ്പോഴും ഉണ്ടാക്കിയിരുന്ന ഒരു നാടൻ പലഹാരമാണ്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മൈദയിലും ചെയ്തെടുക്കും കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റാണ്, മൈദ ചെയ്താലും ഗോതമ്പ് പൊടിയിൽ ചെയ്താലും കേട്ടോ. അത് എന്നിട്ട് പാകത്തിന് ഉപ്പിട്ടിട്ട് നമ്മൾ സാധാ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂലേ, അതേമാതിരി തന്നെ കുഴച്ചെടുക്കട്ടെ. ഒരുപാട് സോഫ്റ്റ് ആക്കിയിട്ടൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പൂരിക്കൊക്കെ കുഴച്ചെടുക്കണ ഒരു പാകമല്ലേ, ആ ഒരു പാകത്തിൽ കുഴച്ചെടുത്താൽ മതി കേട്ടോ. വല്ലാതെ അങ്ങോട്ട് സോഫ്റ്റായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞ മാതിരി ആയിക്കാരം. അപ്പോൾ കുറച്ചൊരു ടൈറ്റിൽ തന്നെ, എന്നാലിട്ട് മയം വേണേനു ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം കേട്ടോ. പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്, ചുടുവെള്ളം ഒന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് പച്ചവെള്ളത്തിൽ തന്നെ സാധാ ഞാൻ ചപ്പാത്തിക്ക് കുഴക്കണമെന്നുണ്ടെങ്കിലും പച്ചവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ കുഴക്കൽ. ചുടുവെള്ളം ഒന്നും ഉപയോഗിക്കില്ല, പക്ഷെ നല്ല മയം ഉണ്ടാകാറുണ്ട്. ഇത് നമ്മൾ സാധാ റേഷൻ കടയിൽ നിന്ന് കിട്ടണ ഗോതമ്പത്തിൻ്റെ പൊടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഞാൻ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരങ്ങളെ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളെ ചാനൽ. അപ്പോൾ ഇതാ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു പൂരീൻ്റെ വലുപ്പത്തിൽ എങ്ങനെയാണോ നമ്മൾ ബോളാക്കിയിട്ട് എടുക്കണം, ആ ഒരു വലുപ്പത്തിൽ വേണം നമുക്കിത് ബോളാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ആണ് എടുക്കുന്നത്. ഇത് നമുക്ക് ശർക്കരയിലും ചെയ്യാം, പഞ്ചസാരയിലും ചെയ്യാം കേട്ടോ. പണ്ടൊക്കെ നമ്മൾ സാധാ പഞ്ചസാരയിൽ തന്നെയാണ് ഇത് ചെയ്യൽ. അതേമാതിരി പഞ്ചസാരയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. നമ്മൾ അരിപ്പൊടിൻ്റെ അട ഉണ്ടാക്കുമല്ലോ, നമ്മൾ വാട്ടി കുഴച്ചിട്ട് അതിലേക്ക് നമുക്ക് ശർക്കര നല്ല കോമ്പിനേഷനാണ്. പക്ഷേ ഇതിലേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് പഞ്ചസാര തന്നെയാണ് നല്ല ടേസ്റ്റ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിത് പത്തിരി പ്രസ്സിൽ വെച്ചിട്ടാണ് അമർത്തെടുക്കണത്. നമുക്ക് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് പരത്തിയെടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിത് പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇതേമാതിരത്തെ പ്രസ്സിൽ വെച്ചിട്ട് ആണ് അമർത്തെടുക്കണത്. ഈ പ്രസ് ഒരുപാട് പഴക്കമുള്ള പ്രസ്സാണ് കേട്ടോ. ഒരു 10-15 വർഷത്തെ പഴക്കമുള്ള പ്രസ്സാണ്. എന്നാലും പ്രസ്സിന് ഇപ്പോഴും ഒരു കേടില്ല കേട്ടോ. നല്ലോണം വട്ടത്തിൽ പരന്ന് കിട്ടും ചെയ്യും. അപ്പോൾ ഞാൻ പകുതിയോളം ഇങ്ങനെ പരത്തിയെടുത്ത് വെച്ചതിന് ശേഷം ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. ഒരുപാട് പഞ്ചസാര ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കുക, അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഇനി കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. സ്പൂണായിട്ട് ഞരടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയായി കിട്ടില്ല. നമുക്ക് അങ്ങനെ ഞരടി എടുക്കുമ്പോൾ ആ തേങ്ങാപ്പാലും പഞ്ചസാരയും കൂടി നല്ലോണം ഇങ്ങോട്ട് മിക്സായിട്ട് കിട്ടണം കേട്ടോ. ആ ഏലക്കായൻ്റെ പൊടിയും ഒക്കെ കൂടി നല്ലോണം ഒരേ പരുവത്തിൽ കിട്ടണം. അപ്പോൾ നമ്മളൊന്ന് കഴിച്ച് നോക്കിയാലും മനസ്സിലാവും കേട്ടോ എല്ലാ ഭാഗത്തും നമുക്ക് ഈ ഏലക്കായൻ്റെയും പഞ്ചസാരൻ്റെയും തേങ്ങേൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ ഇതേമാതിരത്തെ അച്ചിലും ചെയ്തെടുക്കുന്നുണ്ട്, കൈ കൊണ്ടും ചെയ്തെടുക്കുന്നുണ്ട്, പിന്നെ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ സൈഡ് കുത്തി കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പല രീതിയിൽ ഞാനിത് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒന്നുകൂടെ ഇഷ്ടം നമ്മളിങ്ങനെ കൈ കൊണ്ട് പിരിച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുമല്ലോ, അതാണ് എനിക്ക് ഒന്നും കൂടെ ടേസ്റ്റായിട്ട്, അല്ല ടേസ്റ്റല്ല ഇഷ്ടം കേട്ടോ. നമ്മളെ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കണം, വക്ക് നമ്മൾ വെച്ച് കൊടുക്കുമല്ലോ, കൊയ്യടക്കൊക്കെ വെച്ച് കൊടുക്കണം മാതിരി. അപ്പോൾ ഞാനിത് ഇതിലൊന്ന് ചെയ്തെടുക്കണം കേട്ടോ. ഇതിങ്ങനെ ചെയ്തെടുത്താൽ എനിക്ക് ഒന്നും കൂടെ പണിയുള്ള മാതിരി തോന്നിയിട്ടുള്ളത്. നമ്മൾ ഇതേമാതിരി ഇങ്ങനെ ഇതിന് ബാക്കിയുള്ള മാവ് ഇങ്ങനെ എടുക്കണം, എന്നിട്ട് പിന്നെ ലാസ്റ്റ് പിന്നെ അത് ഒന്നും കൂടെ പരത്തിയിട്ട് പിന്നെ നമ്മൾ ഇതേമാതിരി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ അതിലും ഇതാ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് ഇഷ്ടം. ഞാനിപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുമല്ലോ. അപ്പോൾ ഞാൻ 2 ടീസ്പൂണല്ല ടേബിൾ സ്പൂണോളം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് അങ്ങോട്ട് കുത്തി നിറച്ച് നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കരുത് കേട്ടോ. നമ്മളിങ്ങനെ അതിങ്ങനെ പഞ്ചസാര മെൽറ്റായിട്ട് പിന്നെ പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടാവും. ഇനി ഇതേമാതിരി അടച്ചു കൊടുത്തിട്ട് ഇതേമാതിരി ഇങ്ങനെ വക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വെച്ചെടുത്താൽ കാണാൻ നല്ലൊരു ഭംഗിയാണ്.
നല്ലൊരു രസമാണ് കേട്ടോ ഇങ്ങനെ വക്ക് വെച്ചെടുക്കുന്നത് കാണാൻ. പിന്നെ പുറത്തേക്കൊന്നും ഇങ്ങനെ തള്ളി വരൂല കേട്ടോ. ഇങ്ങനത്തെ വക്ക് വെച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയില്ല കാണാൻ. അപ്പോൾ ഞാൻ കുറേയൊക്കെ ഇങ്ങനെ ചെയ്തെടുത്തിക്കണം കേട്ടോ. പിന്നെ എനിക്ക് മോളാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്ത് തന്നത് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇങ്ങനെ വക്ക് വെക്കാൻ അറിയില്ല. അപ്പോൾ അവൾ എന്താട്ടി, നമ്മൾ ഫോർക്കില്ലേ അതായിട്ട് ഇങ്ങനെ സൈഡ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി കൊടുത്താൽ ഇതേപോലെയുള്ള ഡിസൈന് കിട്ടും കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മളിത് ട്രഡീഷണലായിട്ട് ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പത്തിരിച്ചട്ടിയിൽ വേണം അത് ചുട്ടെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എളുപ്പത്തിൽ ഫ്രൈ പാനിലാണ് ചുട്ടെടുക്കുന്നത്. ആ മണ്ണിൻ്റെ ഒട്ടുചട്ടീൻ്റെ ഒരു ടേസ്റ്റും മണം ഒക്കെ ഈ അടയിൽ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് വാഴൻ്റെ ഇലയിൽ വേണമെന്നുണ്ടെങ്കിൽ പരത്തിയിട്ടും ഇതേമാതിരി നമുക്ക് കല്ലിൽ ചുട്ടെടുക്കുക. എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതേമാതിരി പൊടിയാനൻ്റെ ഇലയില്ലേ അതിൽ നമുക്ക് ചുട്ടെടുക്കാം. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഒരു ഇലകളും എടുത്തിട്ടില്ല. ഇതേമാതിരി ഇങ്ങനെ ഒന്ന് കഴിക്കാൻ പൂതിയായി ഇപ്പോഴൊന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ ഈ അട ഉണ്ടാക്കുന്നത്. കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ മക്കൾക്കൊക്കെ എണ്ണയിൽ പൊരിച്ചിട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പകുതി ഇതേപോലെ ഉണ്ടാക്കിയെടുത്ത് പകുതി പൊരിച്ചിട്ടും ഉണ്ടാക്കിയെടുത്തിട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമുക്കൊരു ചപ്പാത്തി ആവണ ആ ഒരു ടൈമൊക്കെ തന്നെ മതി കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മോളാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ആക്കി തരുന്നത്, നിറച്ച് തരുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ ട്രിപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞേക്കാണ്ട് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു ആദ്യം. പിന്നെ ഇതാണ് കേട്ടോ എല്ലാവരും തോനെ കഴിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തന്നെ. ഇത് ചൂടോടെ തന്നെ നമ്മൾ കഴിക്കണം. അപ്പോൾ നല്ലൊരു ക്രിസ്പി കറുമുറാന്നായിട്ട് ആ ഉള്ളിൽ നിന്ന് തേങ്ങാപ്പാലിൻ്റെയും പഞ്ചസാരൻ്റെയും ഒക്കെ ടേസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിനുണ്ടാവൽ. അപ്പോൾ അതാ ഞാൻ ആദ്യത്തതൊക്കെ ഇങ്ങനെ പൊരിച്ചെടുത്തിട്ട് പിന്നെ രണ്ടാമത്തതും ഇതേമാതിരി തന്നെ ചുട്ടെടുക്കുക. അതിൻ്റെ ഇടയിൽ കഴിച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇങ്ങനത്തെ കണ്ടാൽ പിന്നെ നമ്മളെ തൊള്ളിയും ചെറിയൊന്നും വെറുതെ ഇരിക്കില്ലല്ലോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം ചുട്ടതൊക്കെ അവിടെ എല്ലാവരും തന്നെ കഴിച്ച് പെട്ടെന്ന് തന്നെ തീർന്നിട്ടോ. പിന്നെ കുറച്ചുള്ളത് എണ്ണയിൽ പൊരിച്ചാണ് എടുത്തത് കേട്ടോ. പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരോടും എപ്പോഴും പറയണ മാതിരി തന്നെ നമ്മളെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കാണുന്ന ബെൽ ബട്ടന് ഓളൊന്ന് പ്രസ്സും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലും എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നമുക്ക് എന്താണെന്നറിയില്ല പെട്ടെന്ന് കുറേ വ്യൂസൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ മാത്രമേ പഴയ ഇതിൽ തന്നെ നമുക്ക് വരാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ബാച്ചും ചുട്ടെടുത്ത് കണ്ടില്ല. ആദ്യത്തേലൊക്കെ പകുതി കാലിയായിട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചായപാത്രം ഇതൊക്കെ പിടിക്കണ അതില്ലേ അതിൻ്റെ ബാക്ക് ഭാഗം എത്തി നമുക്ക് ഇതേപോലെ എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുത്തിയെടുക്കും കൂടി ചെയ്യട്ടോ. അപ്പോൾ അതിനുള്ള ഇതാണല്ലോ ഇത്. എനിക്ക് ഇത് കുറച്ച് മുന്നേ വരെ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇത് ഈ ബാക്ക് ഭാഗം കൊണ്ട് എന്താണ് ഉപകാരം എന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ കോഴിമുട്ട പുഴുങ്ങിയതും പഴം പുഴുങ്ങിയതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആവിയിൽ നിന്നൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് എടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ എണ്ണയിൽ പൊരിച്ചും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഒരുപാട് നേരമൊന്നും വേണ്ട. അതേമാതിരി ഒരുപാട് എണ്ണ കുടിക്കില്ല കേട്ടോ. നമ്മളിത് ഗോതമ്പ് പൊടിയിലെല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എണ്ണ കുടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. ഒരുപാട് എണ്ണ ഒന്നും കുടിക്കില്ല. നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഗോൾഡൻ കളറിൽ ആയിട്ട് കിട്ടും കേട്ടോ. മൊരിഞ്ഞ് തന്നെ കിട്ടും. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല കറുമുറാന്ന് കഴിക്കാനുള്ള പാകത്തിൽ തന്നെ നമുക്ക് ആയി കിട്ടും കേട്ടോ. പിന്നെ നമ്മളെ ചാനലിൽ ഒരുപാട് റെസിപ്പീസ് സ്നാക്സിൻ്റെ റെസിപ്പീസ് തന്നെ ഒരുപാടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും നല്ല ചോറിൻ്റെയും ബിരിയാണീൻ്റെയും മന്തിൻ്റെയും കപ്സിൻ്റെ അങ്ങനത്തെ ഒക്കെ ഒരുപാട് റെസിപ്പീസ് സിമ്പിളായിട്ട് ചെയ്യുന്നതുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേലിസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാ റെസിപ്പീസും അതിലുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും പൊരിച്ചെടുത്തിട്ടുണ്ട്. രണ്ടും ഒരേ രീതിയിൽ തന്നെ ഞാൻ ഒന്ന് മുറിച്ചിട്ടും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതും നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടല്. ചട്ടിയിൽ ചുട്ടെടുത്തതാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കൊണ്ടിട്ടാ. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാവും തന്നെയല്ല. അധികം ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ലേനു. നമുക്ക് പെട്ടെന്നൊരു 4 മണി പലഹാരമായിട്ട് ചെയ്തെടുക്കാനും പറ്റും. തേങ്ങയും പഞ്ചസാരയും ഗോതമ്പ് പൊടിയൊന്നും ഇല്ലാത്ത വീടുകളുണ്ടാവില്ല. ഇപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ നമുക്ക് ഗോതമ്പ് പൊടി കിട്ടണില്ലേ.
അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ചൂടുണ്ട്, അപ്പോൾ എടുക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പൊരിച്ചത് എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ട് ജ്യൂസി ആയിട്ട് ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം നൂറ തിരൂർ.